E20 പെട്രോളിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. എഥനോൾ ബ്ലെൻഡിംഗ് പെട്രോൾ എന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ആം ആദ്മിയുടെ തീരുമാനം. ദില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഈ ശനിയാഴ്ചയാണ് AAP വിളിച്ച ഓൺലൈൻ യോഗം നടക്കുക. പാർലമെന്റിൽ വിഷയം ചർച്ചയാക്കുമെന്ന് ഇന്ത്യ സഖ്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധമറിയിച്ച് സമൂഹമാധ്യമങ്ങളിൽ ആരംഭിച്ച E20 ജനതാ പാർട്ടിക്ക് പിന്തുണയേറുകയാണ്. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആദിൽ. E20 ജനതാ പാർട്ടിക്കൊക്കെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ തന്നെ ഫോളോവേഴ്സിന്റെ എണ്ണം വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഏത് രീതിയിലാണ് തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് നീക്കങ്ങൾ? വലിയ മുന്നേറ്റമായി തരംഗമായി E20 ജനതാ പാർട്ടിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ മാറുന്നതാണ് കാഴ്ച. ഇപ്പോൾ 5,40,50,000 പേർ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ പേർ പിന്തുണയ്ക്കുന്ന രൂപത്തിലേക്ക് E20യുടെ ഇൻസ്റ്റഗ്രാം സമൂഹമാധ്യമ അക്കൗണ്ടുകൾ മാറുന്നുണ്ട്, വലിയ തോതിൽ തരംഗമാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അടക്കം വിഷയത്തിൽ ഇടപെടുന്നത്. പാർലമെന്റിൽ വിഷയം ഉയർത്തും എന്ന കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നതാണ്. ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യം, ശനിയാഴ്ചയാണ് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ച നാഷണൽ ടൗൺ ഹാൾ എന്ന പേരുള്ള പ്രതിഷേധ യോഗം നടക്കുക. ഓൺലൈനായി ആളുകൾക്ക് പങ്കെടുക്കാവുന്ന രൂപത്തിൽ E20 നയം പിൻവലിക്കുക, ശുദ്ധമായ പെട്രോൾ, എഥനോൾ ഇല്ലാത്ത പെട്രോൾ ആളുകൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ മുന്നേറ്റത്തിന്റെ ഇപ്പോഴുള്ള ഈ സമരങ്ങളുടെയൊക്കെ പ്രതിഷേധ പരിപാടികളുടെ ആകെ ഉദ്ദേശവും മുദ്രാവാക്യവും. ഈ ഇന്ത്യ സഖ്യം ഈ പാർലമെന്റിനുള്ളിൽ വിഷയം ചർച്ചയാക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നാഷണൽ ടൗൺ ഹാൾ എന്ന പേരിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പരിപാടി ദില്ലിയിൽ നടക്കുക. ദില്ലിയിലുള്ളവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലേക്ക് 11:30 വരുന്ന ശനിയാഴ്ച 11:30 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലേക്ക് നേരിട്ടെത്താം. അല്ലാത്തവർക്ക് ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ രൂപത്തിൽ പ്രതിപക്ഷം രാജ്യമാകെ എഥനോൾ പെട്രോളിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതാണ് കാഴ്ച. ഒപ്പം സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ഇതിനെതിരെയുള്ള EJP എന്ന പേരിൽ തുടങ്ങിയ സമൂഹമാധ്യമ അക്കൗണ്ട് വലിയ തോതിൽ തരംഗമാകുന്നത് നമ്മൾ കാണുന്നു. ശരി, വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.